ഹലോ ഗായ്സ്, നമ്മുടെ തലസ്ഥാനത്തോട്ട് നമ്മുടെ സ്വന്തം നിയമസഭയിലേക്ക് ബുക്ക് ഫെസ്റ്റിവൽ കാണാൻ പോയൊരു വ്ളോഗാണേ. നമ്മുടെ KSRTCയിൽ ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ പോയത്. ട്രിവാൻഡ്രത്ത് അന്ന് സത്യം പറഞ്ഞാൽ നല്ല തിരക്ക് കുറവുള്ളൊരു ദിവസമായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ നിയമസഭ, നമ്മൾ ന്യൂസിലൊക്കെ മാത്രം കാണുന്ന നിയമസഭ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും. അതുപോലെ ഒരു പുസ്തകപ്രേമിക്ക് പറഞ്ഞാൽ മനസ്സിലാകും, ഈ ഭ്രാന്തമായിട്ട് ഇങ്ങനെ ബുക്സ്, ഇങ്ങനെ എന്തോരം ബുക്സ് ആയിരുന്നു അവിടെ. ഇഷ്ടം പോലെ നമ്മൾ കാണാൻ കൊതിച്ചതും നമ്മൾ വാങ്ങിക്കാൻ കൊതിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ ബുക്സിൻ്റെ ഒരു ഭയങ്കര കളക്ഷൻസും ഇഷ്ടം പോലെ സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളും ഞങ്ങളുടെ 3 മിസ്സുമാരും ഒക്കെ ആയിട്ടാണ് പോയത്. നിയമസഭ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഇവിടെ കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിൽ നിന്നുള്ള വിസിറ്റൊക്കെ ആയിട്ട്. ഇതുപോലെ ന്യൂസ് പേപ്പർ കൊണ്ടുണ്ടാക്കിയൊരു ഇതൊക്കെ ഞങ്ങൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. നമ്മുടെ നിയമസഭ കണ്ടപ്പോൾ കിട്ടിയ ഒരു എന്താ ഒരു പ്രൗഡ് ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ബുക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയോ ശില്പങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. 2 പേര് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നോക്കിയിരുന്ന് വായിക്കുന്ന ഒരു ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോൾ അവിടെ ഒരു സ്റ്റുഡൻസ് കോർണറൊക്കെ കണ്ടു. കുട്ടികളുടെ പ്രോഗ്രാംസും അവർക്ക് ഗൈഡിങ്സും എന്തൊക്കെയോ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ലോട്ടിന് കയറണം. ഇൻഫർമേഷൻ സെൻറ്റർ എന്നുള്ള ഓഫീസേഴ്സ് നമുക്കിങ്ങനെ ഗൈഡ് ചെയ്യും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിട്ട് നമ്മുടെ MN വിജയൻ സാറിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങോട്ടുള്ള യാത്ര ഞങ്ങൾ പിന്നെ ഭയങ്കര ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു സെഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നിയമസഭ വിസിറ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ ക്ലിപ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ ക്യാമറ പെർമിഷൻ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മുകേഷ് MLA ആണ് നിൽക്കുന്നത്. പുള്ളി എന്തോ ഭയങ്കര ചർച്ചയിലായിരുന്നുകൊണ്ട് പുള്ളിയുടെ അടുത്തോട്ടൊന്നും പോകാനൊന്നും നമുക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് ഏരിയയിലോട്ട് എത്തി. എനിക്ക് ബുക്സ് എന്ന് പറഞ്ഞാലേ ഒരു ഭ്രാന്താണ്. ഞാൻ നാഗവല്ലിയായിപ്പോയി. ഞാൻ ഏതൊക്കെ ബുക്സ് എടുക്കണം എന്നുള്ളൊരു ഭയങ്കര അഡിക്ഷനുള്ള ആളാണ്. എനിക്ക് ബുക്സ് കണ്ടാൽ പിന്നെ ഞാൻ ആ ഒരു ഏരിയ വിട്ട് ഞാൻ പോകത്തില്ല. ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരക്കി പോയ ബുക്സ് എനിക്ക് കിട്ടിയില്ല. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് 3-4 സ്റ്റോളിൽ നിന്ന് ബുക്സൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേഡിയം ഒക്കെ കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മളൊരു യാത്ര പോയാൽ മന്തി കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണല്ലോ. പ്രത്യേകിച്ചും നമ്മൾ കോളേജിൽ നിന്നൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായമുള്ള എന്ത് കഴിക്കണം എന്ന് ചോദിച്ചാൽ മന്തി കഴിക്കണം. അങ്ങനെ ഞങ്ങൾ സംസമിൽ പോയി ഒരു അടിപൊളി മന്തിയൊക്കെ കഴിച്ച്. മന്തി കഴിച്ചാൽ ലിപ്സ്റ്റിക്ക് പോകും. ലിപ്സ്റ്റിക്ക് പോയാൽ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം. അതാണ് ഹലീമയുടെ പോളിസി. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പെമ്പിള്ളേരുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തി ഗായ്സ്. ഒരു അടിപൊളി ഓക്സിഡൈസ്ഡ് ജുവലറീസിൻ്റെ ഒരു ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങിയില്ല. പക്ഷെ കാണാൻ നമുക്ക് ആർക്കും കാശ് കൊടുക്കണ്ടല്ലോ. എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. സാരിയൊക്കെ ഉടുക്കുന്നവർക്ക്, ഞങ്ങൾ സാരി ഉടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കണ്ടായിരുന്നു. പക്ഷേ സാരി ഉടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ജുവലറീസ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ നേരം ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ വെള്ളം ഇറക്കിയിട്ട് വന്നു. കുറേ റെയർ പീസസും ഉണ്ടായിരുന്നു. കണ്ട് ഈ കാണുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു ആ സൺഫ്ലവറിൻ്റെ ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടി ബസ്സിൽ കയറിയതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത്. ബസ് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് ബസ് കിട്ടിയതിൻ്റെ സന്തോഷം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ്. കാര്യം ആ KSRTC ഡ്രൈവർ കൊല്ലം കൊണ്ടുപോകുകയാണോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചിരുന്നു. കാര്യം ഞങ്ങളുടെ മിസ്സൊക്കെ ഇടിച്ചിടിച്ചു എന്ന് വരെ അലറി വിളിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം തമ്പാനൂർ ചെന്നിട്ട് സീറ്റുള്ള ബസ് നോക്കി കയറിയാണ് യാത്ര ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി യാത്രയും ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.